ഇവരാണേ റസിയ ഷോട്ട് റെഡി ഉണ്ട്. എന്താ മുഖത്തൊരു വാട്ടം? നീ ഇതൊന്ന് നോക്കിയൊക്കെ. മലപ്പുറത്ത് കോളേജ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ. ഇതൊരു ന്യൂസ് ആണ്. അത് 2 ദിവസം കുറച്ച് മുന്നേത്തല്ലേ? അത് ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ശിവദാസൻ നായർ എന്നാണ് ഇതിന്റെ DP ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് റിയൽ ആയിട്ടുള്ള ആളാണെന്ന് അറിയില്ല. അയാളുടെ ഒരു കമന്റ് കണ്ടോ? ബാപ്പയുടെയോ സഹോദരന്റെയോ ചോര വയറ്റിൽ വളരുന്നുണ്ടാക്കും. സാധാരണ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ചങ്കുറപ്പൊക്കെ മുസ്ലിം പെൺകുട്ടികൾക്ക് മദ്രസകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ആണ്, ഒരു ജിഹാദി പ്രൊജക്ട് ഫാക്ടറി ഹുദാ ഹുദ അത് മതി. എന്താണ് അതിട്ടാളുടെ പേരെന്താ? അത് നമുക്ക് അറിയില്ല. മധു അല്ലേ? മധു. ലിങ്ക് വന്നിട്ടുണ്ട്. അതെ അല്ലേ? ഇത് ഉള്ള ഐഡിയ ആവോ? ശരിക്കുമുള്ള ഐഡിയ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ, ഈ ഞങ്ങൾ രണ്ടുപേരും 2 മതസ്ഥരാണ്, അശ്വതി ആൻഡ് റസിയ. പക്ഷെ ഞങ്ങൾ മലപ്പുറത്തുകാരാണ് അല്ലേ? മലപ്പുറത്തിന്റെ ചോര ഞങ്ങളിലൂടെ ഒഴുകുന്ന 2 സ്ത്രീകളാണ് ഞങ്ങള്. നമ്മളത് അഭിമാനത്തോടു കൂടിയാ അതെ, തീർച്ചയായിട്ടും ഞങ്ങളും മലപ്പുറംകാരാണ്. ഞങ്ങള് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഇതിനെതിരെ പറയാൻ തക്ക ഒരു ഗട്സ് ഉള്ള പെൺകുട്ടികളാണ്. കാരണം നമുക്കറിയാം ഈ നാടിന്റെ മതസൗഹാർദ്ദം എത്രമാത്രം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. നിങ്ങള് മറ്റു മതക്കാരെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ഞങ്ങൾ പറയും. പക്ഷെ ഞങ്ങളെ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ നിങ്ങൾ അറിഞ്ഞ ഈ എഴുതിയ പോലത്തെ മലപ്പുറം അല്ല. ഒരുപാട് ഒരുപാട് നന്മകളുള്ള ഒരുപാട് ആളുകൾ ഉള്ള, അതിപ്പോ ഹിന്ദു സഹോദരന്മാരായിക്കോട്ടെ, മുസ്ലിം സഹോദരന്മാരായിക്കോട്ടെ, ക്രിസ്ത്യൻ സഹോദരന്മാരായിക്കോട്ടെ, ഏത് മതവിഭാഗമാണെങ്കിലും ശരി, ഞങ്ങൾ മലപ്പുറത്തുകാരാണോ അവിടെ നന്മയുണ്ട്, അവിടെ സ്നേഹമുണ്ട്. അത് മാത്രമാണ് ഞങ്ങൾക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് അല്ലെ? ഇതിപ്പോ ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനത്തെ കമന്റുകൾ വരുമ്പോ നമുക്കത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മുറിയിൽ ഇരുന്ന് അവരൊരു കംഫോർട്ട് സ്പേസിൽ ഇരുന്ന് സേഫ് ആയിട്ടാണ് ഇങ്ങനത്തെ കമന്റുകൾ ഇടുന്നത്. ഇത് ശരിക്കുള്ള ഒരാളാണെന്നൊന്നും നമുക്ക് അറിയില്ല. ഏതെങ്കിലും ഇതേപോലത്തെ വർഗീയവാദികളുടെ ഒരു സൈബർ അറ്റാക്ക് ആയിരിക്കാം ഇത്. പക്ഷെ എഴുതുന്നവരോട്, ഈ ഒരു ഒളിഞ്ഞു നിന്ന് പോരാടുന്നവർക്ക്, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ഇത് പൊതുവായിട്ട് നിന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ ഇത്രയും കമന്റ് വഴിയൊന്നും ഇവിടുത്തെ മതസൗഹാർദ്ദം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതെ, ഞങ്ങള് ഇപ്പൊ നമ്മള് മലപ്പുറംകാരെന്ന് പറഞ്ഞാല് ഞങ്ങള് ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഈ സാഹചര്യം എന്ന് പറഞ്ഞാല് ഒരിക്കലും ഇത് റസിയാണ്, ഞാൻ അശ്വതിയാണെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങള് വിലയിരുത്തുന്നത്. സൗഹൃദം മാത്രമാണ്. അതെ അതെ, ഇവിടെ സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നിങ്ങൾ അറിയാനായി 1-2 കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഈ അടുത്ത് എന്റെ ബോസ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത്, നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. അതായത് ഈ അടുത്ത് മല സീസൺ കഴിഞ്ഞിരുന്നു. മല സീസണിലുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നത് ആരാന്നറിയോ? ഒരു ഉസ്താദും അദ്ദേഹത്തിന്റെ കുടുംബവും ആണ് എന്നാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഇവിടെ മതത്തെ ആരും വിൽക്കുന്നില്ല, ആരും ഇതുപോലെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കാനും തയ്യാറില്ല. അവനവന്റെ മതവും വെച്ച് അതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് പരത്തുന്നത് എന്ന് നിങ്ങൾ അറിയണം പ്രേക്ഷകരെ. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഓണായാലും വിഷു ആയാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ വിളിക്കുന്നു. അതിപ്പോ നബിദിനാണെങ്കിലും പെരുന്നാളാണെങ്കിലും ബിരിയാണി കഴിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ചെല്ലുന്നു. അത്രയും സ്നേഹമാണ്. ഓരോ ആഘോഷവും നമ്മളൊരു റിലീജിയൻ വെച്ചിട്ടൊന്നുമല്ല താരതമ്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതോ. വിഷുവിനും പെരുന്നാളിനും ഒരുപോലെയാണ് ഇവിടുത്തെ കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. നബിദിനം വന്ന സമയത്ത് ഈ ദാഹിച്ച് വലഞ്ഞു വരുന്ന പിഞ്ചു കുട്ടികൾക്ക് ആരാന്നറിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത്? വെള്ളവും കാര്യങ്ങളും എല്ലാവരും കൊടുക്കും. അക്കൂട്ടത്തില് മുൻപന്തിയിൽ നിൽക്കുന്നത് പല മതക്കാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ അമ്പലത്തിലുള്ള ആൾക്കാര്, അങ്ങനെ പലവിധ ആൾക്കാരാണ്. മക്കളെ, ഇത് നാട് മലപ്പുറമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മലപ്പുറത്തിന് ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ, അത് സ്നേഹമാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു പോസ്റ്റില് കാണുന്ന ഒരു സംഗതിയല്ല ഞങ്ങളുടെ മലപ്പുറത്തിന് പറയാനുള്ളത്. ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയല്ല. നിങ്ങൾ മലപ്പുറത്തെ ഒരുപാട് ചരിത്രങ്ങളെ മറന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ പിഞ്ചോമന മക്കളുടെ മനസ്സിനെ കലക്കാനുള്ള തരത്തിലുള്ള
പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ നിർത്തുന്നതായിരിക്കും നിങ്ങൾക്കും നമ്മുടെ നാടിനും ഈ ഒരു സമൂഹത്തിനും നല്ലത്. ഇപ്പൊ ഈ പഹൽഗാം ഭീകരവാദം നടന്നു, ഇന്നലെയാണ് ഇന്നലെയാണ് നടന്നത്. അപ്പൊ അവിടെ ഓരോരുത്തർക്ക് നേരെയും വെടിയുണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുവിന് നേരെയോ മുസ്ലിമിന് നേരെയോ അല്ല, ഇന്ത്യക്കാർക്ക് നേരെയാണ്. അതെ അതെ. അപ്പൊ അതൊന്ന് ആലോചിക്കുക. അതിലെ ഒരു തീവ്രവാദി പറഞ്ഞത്, നിങ്ങൾ ആ ഒരു സ്ത്രീയോട്, അതായത് പല്ലവി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, 15 വയസ്സുകാരൻ കൂടെയുണ്ട്, പല്ലവിയോട് പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്, നീ നിന്റെ പ്രധാനമന്ത്രിയോട് പോയിട്ട് പറയുന്നു, അല്ലാണ്ട് നിന്റെ മതക്കാരനോട് പറയും എന്നല്ല ആരും പറഞ്ഞിട്ടുള്ളത്. അതെ റസിയ, ഇപ്പൊ നമ്മളിപ്പോ ഈ കണ്ട ഒരു പോസ്റ്റ്, അതെ അതെ, ഇത് ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയ ആണ് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ കമന്റുകൾ കൂട്ടിച്ചേർത്തുള്ള ഈ പോസ്റ്ററിൽ വേറെ കുറച്ച് മനുഷ്യർ കമന്റ് ചെയ്തിട്ടുണ്ട്, ശരിയായ മനുഷ്യർ. ഈ നമ്മുടെ ഈ മലപ്പുറത്തിനെ കുറിച്ചും ഇവിടുത്തെ മതസൗഹാർദ്ദത്തെ കുറിച്ചും അറിയുന്നവര് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ കമന്റുകൾക്ക് നമ്മൾ പോവാണെങ്കിൽ കാണാം, ഇപ്പൊ സംഘി തീവ്രവാദികളാണ്, അവനവന്റെ സംസ്കാരം കാണിക്കുന്ന സ്വഭാവമാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ ചില ഇതായത് കൊടുത്തു, ചില ചാണകം തീനികളാണ് ഇത്തരം ഡയലോഗുകൾ അടിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കാം ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ വന്ന് പറഞ്ഞവരാരൊക്കെയാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതല്ലെങ്കിൽ ഒന്നിനോ എതിരെ പറയല്ല, ഇത് ചെയ്തവൻ ആരാണെങ്കിലും, ഇത് ശരിയായ അക്കൗണ്ട് ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് ആലോചിക്കുക. ഇത് പറയുന്നത് വഴി നാളത്തെ സമൂഹത്തില് വളർന്നു വരുന്ന കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. അവരുടെ ചിന്തയിലേക്ക് അനാവശ്യമായ വിഷവിത്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആലോചിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ രാജ്യത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയെ വളരെയധികം തകരാറിലാക്കുന്ന പ്രവണതയാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ മതസൗഹാർദ്ദമാണത്. ഇത് ഇന്ത്യയാണ്, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയാണ്, ഇത് മതസൗഹാർദ്ദങ്ങൾ, ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ്. ഇവിടെ ഇപ്പൊ അശ്വതി നമ്മൾ എവിടേക്കോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വിദേശത്തൊന്നും പോയിട്ടില്ല, വിദേശത്ത് പോയ അവിടെ രാജ്യമില്ല, രാജ്യം മാത്രമേ ഉള്ളൂ, മതമില്ല, ഒന്നുമില്ല, കളറും ഇല്ല, ഒന്നുമില്ല, തൊട്ടടുത്തിരുന്ന അവരവര് പ്രവാസികള് വളരെ രസകരമായിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിക്കണം, മലപ്പുറം എന്ന നാടിനെ, ഇതിപ്പോ ഏത് നാടിനെ പറ്റിയാണെങ്കിലും ഇത് ചെയ്യുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. അശ്വതി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പിഞ്ചോമന മക്കൾ ഇത് കണ്ടു വളരുമ്പോ നാളെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുട്ടികളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മലപ്പുറം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് 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 സഹായങ്ങള് ഈ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി, അത് ഏത് മതക്കാരാണ്, ഏത് വിഭാഗക്കാരാണ്, ഏത് ജില്ലക്കാരാണെന്നൊന്നും മലപ്പുറക്കാര് കരുതാറില്ല. അവരൊരു ആപത്തുണ്ടോ ഓടിയെത്തുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ എവിടെയും കണ്ടുള്ളത്. പെരുന്നാളിനൊക്കെ ചക്കാത്ത് കൊടുക്കുമ്പോ, അതെ അതെ, പെരുന്നാളല്ല, നോമ്പിന് ചക്കാത്ത് കൊടുക്കുന്നു. അതെ അതെ അതെ. അശ്വതി നോമ്പ് നോക്കിയിരുന്നു, അറിയോ? അവള് മുസ്ലിം ആയിട്ടാണോ? അല്ല, നമ്മുടെ മലപ്പുറത്ത് ഒരുപാട് പേര് നോമ്പ് നോക്കാറ്. ഇപ്പൊ അശ്വതിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അശ്വതി എന്തെങ്കിലും സംഭവിച്ച ആദ്യം മാഷാ അല്ലാ എന്നാ പറയാ. ആദ്യം മാഷാ അല്ലാ എന്നാണ് അശ്വതി പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തില് ഈ മതങ്ങളെല്ലാം ഒന്നാണ്, ദൈവം ഒന്നാണ് എന്ന രീതിയിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ഞങ്ങളുടെ അഭിമാനമാണത്. അപ്പൊ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ കമന്റുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇപ്പൊ മലപ്പുറത്തിനെ ഒരു മിനി താലിബാൻ എന്ന് വിളിക്കുന്നവരുണ്ട്. അത് അവരുടെ പേടിയാണ്. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോ ഈ രാജ്യം ഇങ്ങനെ തന്നെ പോകുമോ എന്നുള്ള പേടിയാണ്. അവർക്ക് വേണ്ടത് ഇത് ഹിന്ദു രാജ്യമാക്കി മാറ്റുക, അതല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ മെയിൻ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു രാജ്യത്തെ മാറ്റിയെടുക്കാൻ ഇതിൽ നടക്കില്ല. ഇതൊരു ഡെമോക്രാറ്റിക് സെക്യുലർ രാജ്യമാണ് ഇന്ത്യ. ഈ സെക്യുലറിസം അല്ലെങ്കിൽ ഈ ഫ്രട്ടേണിറ്റി ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ സാഹോദര്യം ഒരിക്കലും നശിപ്പിക്കാൻ ഒരു കമ്മിറ്റിനെ കൊണ്ടും കഴിയില്ല. അപ്പൊ നമ്മൾ എത്രമാത്രം ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ബുദ്ധിയുള്ളവർ എത്ര കാലം ഈ ലോകത്തുണ്ടോ അല്ലെങ്കിൽ രാജ്യത്തുണ്ടോ, നമ്മളെ കൊണ്ട് ഒരു തരത്തിലും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അതെ അതെ. ഇതിന്റെ ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ. ഈ വാർത്ത കണ്ട ഉടനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുടങ്ങിയ ആ ഒരു വികാരം ഉണ്ടല്ലോ, അത് മതത്തിന്റെ അല്ല, ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ മക്കൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടിയാണ്. ഇത് ചെയ്തവരോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ എഴുതി വിട്ടാൽ നാളെ നിന്റെ വീട്ടിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നീ മറക്കരുത്. മലപ്പുറം ഇങ്ങനെയല്ല, അതാദ്യം മനസ്സിലാക്കുക. മലപ്പുറം ഇങ്ങനെയല്ല, ഇവിടെ ഒരു മതത്തിന്റെ ഒരു ഇതില്ല. പിന്നെ വളരെ വളരെ വിഷമകരമായ ഒരു കാര്യം, നിന്റെ വീട്ടിലും ഇല്ലടാ പെങ്ങന്മാര്, നിന്റെ വീട്ടിലാണിത് സംഭവിച്ചിരിക്കണെച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ പെങ്ങൾക്കാണ് ഇങ്ങനെ വന്നിരിക്കണെച്ചെങ്കിൽ നീ ഇതുപോലെ കമന്റ് ഇടുവോ? ആ പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചതെന്നോ അല്ലെങ്കിൽ അതിനെന്താ സംഭവിച്ചതെന്നോ അതിന് ആരൊക്കെ ഉണ്ടെന്നോ എന്തെങ്കിലും നിനക്കറിയോ?
നീ എന്താ അറിഞ്ഞിട്ടാടാ ഈ കമന്റ് ഇട്ടിരിക്കുന്നത്? ആ പാവത്തിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്. ഇത് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകളായതുകൊണ്ടാണ്. നാളെ ഞങ്ങൾക്ക് ഇതുപോലെ മനുഷ്യന്മാരെ കാര്യം എന്താ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു വന്നു കഴിഞ്ഞാൽ നീ ഇതെല്ലാത്തിനും അപ്പുറം ഇടും അല്ലേ? അതല്ലേ നിന്റെയൊക്കെ അവസ്ഥ? ആ ഒരു മരണം നടന്ന വീടും അവിടെ കുറച്ച് കുടുംബക്കാരുണ്ട്, അവരിത് കാണുന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കണ്ടേ? ആ അവര് മനുഷ്യരല്ലേ, അതിനൊരു ഉപ്പയുണ്ട്, അതിനൊരു ഉമ്മയുണ്ട്. ഇതാണോ മദ്രസയിൽ പഠിപ്പിക്കുന്നതെന്നാണ് നീ കരുതുന്നത്? ഒരിക്കലും അല്ല. ആരാ പറഞ്ഞത് മദ്രസയിൽ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന്? മദ്രസയിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യം ഞാൻ അത്യാവശ്യം മദ്രസ പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ആരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നിന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരില്ലേ ഇങ്ങനെ മദ്രസയിൽ പഠിച്ച കുട്ടി? ഇവള് മാഷാ അല്ലാ എന്ന് പറയുമ്പോൾ, ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾ ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഒരു ഓഫീസാണ് ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങൾക്ക് ഇവിടെ ഇവളിത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. അല്ലാ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഇത് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹിന്ദു സഹോദരി അല്ലാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ മതം അങ്ങനെയെന്ന് വെച്ചിട്ടല്ല, ഞങ്ങൾ ഒരുമ വിചാരിച്ചിട്ടാണ്, ഞങ്ങളുടെ മലപ്പുറത്തിന്റെ ഒരുമ വിചാരിച്ചിട്ടാണ്. ഈ കമന്റ്സ് ഇട്ടവരോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിന്റെ വീട്ടിൽ അമ്മയുണ്ട്, നിന്റെ പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. നാളെ എല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ എല്ലാവരിലും നിൽക്കുന്നത്. അത് നീ മറക്കരുത്. മലപ്പുറത്ത് മതം എന്നുള്ള ആ ഒരു വർഗീയത ഇല്ല. മലപ്പുറത്ത് നബിദിനം ആചരിക്കാറുണ്ട്, വിളക്കാചരിക്കാറുണ്ട്, പൂരം ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ മറ്റു പല ഈസ്റ്റർ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ആചരിക്കാറുണ്ട്. അതും തമ്മിലുള്ള കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഭക്ഷണം കഴിച്ചും പടക്കം പൊട്ടിച്ചും ഒക്കെയാണ് ഞങ്ങൾ ആചരിക്കുന്നത്. ഇപ്പോ ഒരു ഒരു കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞാല് ഇവിടെ മതങ്ങളാരും നോക്കാറില്ല. അതിനൊരു സംഘടന ഉണ്ടാക്കി അതിന് കാശ് കൊടുക്കുക, ആ കുഞ്ഞിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ ആ വയസ്സായ ആളെ രക്ഷിക്കുക, അല്ലെങ്കിൽ അത് എന്ത് അസുഖം വന്നാലും ഏത് രോഗിയാണെങ്കിലും ആ ആളെ രക്ഷിക്കുക. ഇത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം. ഞങ്ങൾക്ക് അത്യാവശ്യം വയസ്സൊക്കെ ആയി. അവിടെ ഇവിടെ ഇരുന്ന് ഏതെങ്കിലും മൂലക്കൽ ഇരുന്നിട്ട് ലേശുതി വെറുതെ ഇരുന്നിട്ടാണ് കമന്റ് ഇട്ടിട്ട് ബാക്കി ഞങ്ങളുടെ സമൂഹത്തെ നശിപ്പിക്കാനുള്ള മാതിരി പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പേടിത്തൊണ്ടന്മാരാണ് ഈ അവിടെ ഇവിടെ ഇരുന്ന് കമന്റ് ഇട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം ധൈര്യമുള്ളവരാണെങ്കിൽ നേരിട്ട് വന്ന് ഒരു ലൈവ് ഇട്ട് പറ, അതിനുള്ള ധൈര്യം കാണിക്കുക. അതെ അതെ. എന്നിട്ട് ബാക്കി വരുന്നതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അല്ലാതെ ഒളിഞ്ഞു മറിഞ്ഞിരുന്ന് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പറയുന്നതല്ല ശരിക്കും ധൈര്യം. അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെറും വിഷമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കൂടി ഇനി ഇതേപോലത്തെ കാര്യങ്ങൾ പറയുക. ഇനി പറയുമ്പോഴേക്കും ഇതൊന്ന് മനസ്സിൽ വെച്ച്, ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ച് മാത്രം ഇനി സംസാരിക്കാം. അപേക്ഷയാണ്.